ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തുടനീളം ഗാർഹിക LPG വിതരണം സുഗമമെന്ന് കേന്ദ്ര സർക്കാർ. അമേരിക്കയുമായി 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ദക്ഷിണ കൊറിയയും വിവിധ മേഖലകളിലെ 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്തോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും പൊതുവായ കാഴ്ചപ്പാട് പങ്കിടുന്നതായി പ്രധാനമന്ത്രി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജിതം. ഈ മാസം 23-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-നും നടക്കും. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മെയ് 4-നാണ് വോട്ടെണ്ണൽ. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ JDTയിലെ സ്ട്രോങ് റൂം തുറന്നെന്ന വാർത്ത തെറ്റാണെന്ന് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കി. സംഭവത്തിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അച്ചപ്പാസ് ആൽബം എന്ന മലയാള ഫാന്റസി ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. കൊച്ചി ഫോറം മാളിലെ PVR ഐനോക്സിൽ നാളെ പ്രത്യേക പ്രദർശനമുണ്ടാകും. ടൈം ട്രാവൽ പ്രമേയമാക്കി കാലത്തിലൂടെയും ഓർമ്മകളിലൂടെയുമുള്ള യാത്ര അവതരിപ്പിക്കുന്നതാണ് സിനിമ. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തുടനീളം ഗാർഹിക LPG വിതരണം സുഗമമായി നടക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ऐसे स्टेट्स जो PNG नेटवर्क के एक्सपेंशन में सपोर्ट कर रहे हैं उनको 10% एडिशनल कमर्शियल LPG का एलोकेशन हो रहा है. मार्च के महीने से अब तक लगभग 4,93,000 नए PNG कनेक्शन गैसीफाई किए गए हैं और 5,51,000 नए कंज्यूमर भी रजिस्टर हुए हैं. അമേരിക്കയുമായി 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതിന് പിന്നാലെ ചർച്ച നടത്താൻ പദ്ധതിയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അനുമതിയില്ലാതെ ഹോർമുസിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്ഥാപിക്കുന്ന സോളാർ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 4 മെഗാവാട്ടിന്റെ സോളാർ പവർ പ്ലാന്റ് ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. വിമാനത്താവളത്തിലെ വൈദ്യുതി ചാർജ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്ലാന്റിന്റെ നിർമ്മാണം. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ഓറിയാന പവർ കമ്പനിയും ചേർന്ന് വിമാനത്താവളത്തിലെ കാർ പാർക്കിംഗ് ഏരിയയിലും സമീപ പ്രദേശങ്ങളിലുമായാണ് പ്ലാന്റ് സ്ഥാപിച്ചത്. സോളാർ പ്ലാന്റിലൂടെ വൈദ്യുതി ചാർജിൽ 30 മുതൽ 40% വരെ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ റേഷൻ വിതരണത്തിലെ ക്രമക്കേടിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് നൽകി. ഭക്ഷ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ നേരിട്ട് പരിശോധന നടത്തി. ക്രമക്കേട് കണ്ടെത്തിയ റേഷൻ കടകളുടെ അംഗീകാരം സസ്പെൻഡ് ചെയ്യുകയും റേഷൻ വിതരണത്തിനായി ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തതായി മന്ത്രി അറിയിച്ചു. വാൽപ്പാറ ദുരന്ത ബാധിതർക്ക് കൌൺസിലിംഗ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയലിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ദുരന്ത ബാധിതർക്ക് ഗുണനിലവാരമുള്ള കൌൺസിലിംഗ് ഉറപ്പുവരുത്തണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. മാനസിക പ്രയാസം നേരിടുന്നവർക്ക് 7595843625 എന്ന നമ്പറിലും ദിശ ടോൾ ഫ്രീ നമ്പറായ 1056-ലും 14416 എന്ന ടെലിമനസ് നമ്പറിലും ബന്ധപ്പെടാം.
കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തി. മകന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് നിതിൻ രാജിന്റെ പിതാവ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിവോ IQ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പ്. യഥാർത്ഥ OS അപ്ഡേറ്റ് എന്ന വ്യാജേന സന്ദേശങ്ങൾ അയച്ച് മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതാണ് തട്ടിപ്പിന്റെ രീതിയെന്ന് കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ വിഭാഗം അറിയിച്ചു. തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതി നൽകേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-ന് അഹമ്മദാബാദിലാണ് മത്സരം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം കൊടിയേറി. തൃശൂർ നഗരത്തിന് ഇനി പൂരാവേശത്തിന്റെ നാളുകൾ. ഈ മാസം 25-ന് പൂരവിളംബര ചടങ്ങുകൾ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് കൊടിയേറ്റം നടന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ 11ഓടെ വലിയ പാണി കൊട്ടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് തുടർന്ന് 11:30ഓടെയാണ് കൊടിയേറ്റം നടന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും മധ്യേയാണ് കൊടിയേറ്റം നടന്നത്. 24-ന് ഇരു വിഭാഗങ്ങളുടെയും ചമയ പ്രദർശനങ്ങൾക്ക് തുടക്കമാകും. ഏപ്രിൽ 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 26-നും 27-നുമാണ് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ച തൃശൂർ പൂരം അരങ്ങേറുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ക്ലാസുകൾ നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ പുറത്തിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. ഇടിമിന്നൽ സാധ്യത അറിയാൻ കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ഡാമിനി മൊബൈൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 27 പോയിന്റ് ഉയർന്ന് 78,520-ലും നിഫ്റ്റി 11 പോയിന്റ് നേട്ടത്തിൽ 24,365-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 1,13,880 രൂപയും ഗ്രാമിന് 14,235 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് കൂടുതലായി ഉണ്ടാകുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധ നൽകി ശുചീകരിക്കുമെന്ന് മേയർ VV രാജേഷ്. മഴക്കാലപൂർവ്വ ശുചീകരണം സംബന്ധിച്ച് റെയിൽവേ അധികൃതരുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ സ്ക്വാഡ് പരിശോധന കർശനമാക്കിയതായും മേയർ വ്യക്തമാക്കി. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയിൽ സിവിൽ സർവീസ് പരീക്ഷയുടെ പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് kile.kerala.gov.in/kile IAS അക്കാദമി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വേനൽക്കാലത്ത് രാജ്യവ്യാപകമായി പ്രത്യേക ട്രെയിൻ സർവീസ് അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. ഈ വർഷം ഏപ്രിൽ 15 മുതൽ ജൂലൈ 15 വരെയുള്ള 3 മാസ കാലയളവിൽ ആകെ 908 പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചതായും 18,262 വേനൽക്കാല സർവീസുകൾ ഉറപ്പാക്കിയതായും റെയിൽവേ അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും മേര യുവഭാരതും ചേർന്ന് നടപ്പാക്കുന്ന യുവ ആപ്ത മിത്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഈ മാസം 26 വരെ നടക്കുന്ന ക്യാമ്പിൽ 250 പേർക്കാണ് പരിശീലനം നൽകുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിൽ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തുടനീളം ഗാർഹിക LPG വിതരണം സുഗമമെന്ന് കേന്ദ്ര സർക്കാർ. അമേരിക്കയുമായി 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.